മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 50-ാം വാക്യം. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തോടെടുക്കുമ്പോൾ ഗദസമനത്തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോവുകയും പ്രാർത്ഥനയിൽ ജാഗരിക്കുകയും ഉറ്റിരിക്കുകയും സ്വർഗീയ ദൂതൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ വിയർപ്പ് രക്തമായി മാറ്റപ്പെട്ടു. ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഉറക്കം അവരുടെ കണ്ണുകളെ കീഴടക്കിയതുകൊണ്ട് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് തോട്ടം വിട്ട് പുറത്തു വരുമ്പോൾ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുവാൻ ആളുകൾ കടന്നു വരികയാണ്. കർത്താവിനെ ഒരു കള്ളനെപ്പോലെ കുറ്റവാളിയെപ്പോലെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം കർത്താവിനെ വിട്ട് ഓടിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണം സംഭവിച്ചാലും കർത്താവിനോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ കർത്താവിനെ വിട്ട് ഓടിപ്പോയി. കർത്താവിനെ വിട്ട് ഓടിപ്പോകേണ്ടവരല്ല കർത്താവിൻ്റെ ശിഷ്യന്മാർ. ജീവിതത്തിൽ എന്തു വന്നാലും ഏതു വന്നാലും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. പടയാളികളെയും അവരുടെ ആയുധങ്ങളെയും അക്രമങ്ങളെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ട് കർത്താവിനെ വിട്ടോടിപ്പോയി. ഇന്നേ ദിവസം ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വേദനകളും കണ്ണുനീരിൻ്റെ താഴ്വരകളുമുണ്ട്. ഒരു ദൈവങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാമുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിലും കർത്താവിനെ വിട്ട് ഓടിപ്പോകുന്ന, അകന്നു പോകുന്ന, മാറി നിൽക്കുന്ന ഒരു ജീവിതമായിട്ടല്ല നമ്മുടെ ജീവിതം വേർതിരിക്കപ്പെടേണ്ടത്. കർത്താവിനോട് ചേർന്ന്, അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരെ ചേർത്തു പിടിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ചില മേഖലകളിൽ ചില ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവിനെ വിട്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ നടുത്തു വരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.